UGC നെറ്റ് പരീക്ഷ നടത്തിപ്പിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുകയാണ് NTA. ഗുരുതര പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 വിഷയങ്ങളിൽ പുനഃപരീക്ഷ നടത്താനാണ് തീരുമാനം. ഈ വർഷം ജൂണിൽ നടന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിലാണ് പുനഃപരീക്ഷ. സെപ്റ്റംബർ 9, 10 തീയതികളിലാണ് പരീക്ഷ നടക്കുന്നത്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. റഷീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ NTA നേരത്തെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു, പരീക്ഷ നടന്നതിലെ പാളിച്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിരുന്ന NTA ഇപ്പോൾ വീണ്ടും പരീക്ഷ നടത്താൻ പോവുകയാണ്. ഒരു പരീക്ഷ പോലും നേരാവണ്ണം നടത്താൻ കഴിയില്ല എന്ന് NTA തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൽസി, രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും എങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. ജൂൺ മാസത്തിൽ നടന്ന UGC നെറ്റ് പരീക്ഷയിൽ വ്യാപകമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കുകയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് NTA തന്നെ ഒരു ആഭ്യന്തര സമിതിയെ രൂപീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ NTAക്ക് പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ വലിയ തോതിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ UGC നെറ്റിന്റെ ആൻസർ കീകൾ പുറത്തുവിട്ടപ്പോൾ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി തുടങ്ങിയിട്ടുള്ള ഈ വിഷയങ്ങളിലെ ഒന്നും തന്നെയും ആൻസർ കീകൾ പുറത്തുവിട്ടിരുന്നില്ല. ഇത് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള വിശദീകരണം NTA നൽകിയത്. അതായത് ഈ 3 വിഷയങ്ങളിലും പുനഃപരീക്ഷ നടത്താൻ പോവുകയാണ് എന്നുള്ള അറിയിപ്പാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടിക്കുന്നതായിട്ട് NTA പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും അടുത്ത മാസം 9, 10 തീയതികളിലായിട്ടായിരിക്കും ഈ പരീക്ഷ നടക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2 ഷിഫ്റ്റുകളായിക്കൊണ്ട് 9-ാം തീയതിയും 10-ാം തീയതി ഒറ്റ ഷിഫ്റ്റായിട്ടുമായിരിക്കും ഈ പരീക്ഷ നടത്തിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ NTA അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ വലിയ തോതിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. കൊമേഴ്സിലടക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ പല ചോദ്യങ്ങളുടെയും വ്യാകരണങ്ങളിലും അതോടൊപ്പം തന്നെ നൽകിയിരുന്ന ഓപ്ഷനുകളിലും വലിയ തോതിലുള്ള പിഴവുകൾ ഉണ്ടായിരുന്നു. അക്ഷരത്തെറ്റുകൾ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പരിഭാഷ നടത്തിയതിലും വലിയ തോതിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആഭ്യന്തരമായിട്ടുള്ള സമിതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുനഃപരീക്ഷ നടത്താമെന്നുള്ള കാര്യത്തിലേക്ക് NTA തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ പോലും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ചോദ്യം, ഈ പരീക്ഷ കഴിഞ്ഞ് 53 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NTA പുറത്തുവിടുന്നത്. ഇനി എങ്ങനെ ഞങ്ങൾ പഠിച്ചു തുടങ്ങുമെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഈ കോച്ചിങ് സെന്ററുകളിലടക്കം വലിയ തോതിലുള്ള ഭീമമായിട്ടുള്ള തുക നൽകിയും കോച്ചിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തങ്ങളെ ഇനി എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള സമൂഹ മാധ്യമത്തിലടക്കം വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ NTAക്കെതിരെയും ഇപ്പോൾ വിദ്യാർത്ഥികൾ ചോദ്യം ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 9, 10 തീയതികളിലായിരിക്കും പരീക്ഷ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ NTA അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 ഷിഫ്റ്റുകളായിട്ടായിരിക്കും ഈ പരീക്ഷ നടത്തിപ്പ് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും ഇനി ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എങ്ങനെ പാകപ്പിഴവ് തെറ്റ് സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഇതിൽ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും NTA വ്യക്തത വരുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു നടത്തിപ്പിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CJP അടക്കമുള്ള സംഘടനകൾ ഇതിനോടകം തന്നെ ഈ സമരത്തെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുകയും പിന്നീട് CJPയുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഈ NTAയിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. NTA തന്നെ പൂർണ്ണമായിട്ടും പൊളിച്ച് മാറ്റണം എന്നുള്ളൊരു ആവശ്യങ്ങൾ SFI അതോടൊപ്പം തന്നെ IS അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നും സമാനമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ് ഇടത് സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഡൽഹി ഒക്ലയിൽ സ്ഥിതി ചെയ്യുന്ന NTAയുടെ ആസ്ഥാനത്തേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കൂടി കടക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ NTA കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്.